ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന ടോപ്പിക്കാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ മെക്കാനിക്സിൻ്റെ ബേസിക്സ്, ഫോഴ്സ് സിസ്റ്റംസ്, ഫ്രിക്ഷൻ, സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൺസെപ്റ്റും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുമാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫിസിക്കൽ കൺസെപ്റ്റ്, ഇമ്പോർട്ടൻ്റ് തിയറംസ്, അതായത് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പിന്നെ സ്റ്റാൻഡേർഡ് ജിയോമെട്രിക്കൽ ഷേപ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് കൂടി പറയാം. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഏരിയ. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ജിയോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ യൂസ് ചെയ്യുന്നത്, അതായത് ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ദ മെഷർ ഓഫ് കപ്പാസിറ്റി ഓഫ് എ ക്രോസ് സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ്. ഒരു ക്രോസ് സെക്ഷൻ ഏരിയയുടെ ബെൻഡിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് ഒരു റഫറൻസ് ആക്സിസിന് അബൌട്ടായിട്ടാണ്. ഒരു പർട്ടിക്കുലർ റഫറൻസ് ആക്സിസിന് അബൌട്ടായിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആ ആക്സിസിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂവിലും വ്യത്യാസം വരും. ഏരിയ സെയിം ആണെങ്കിൽ കൂടെ ആ ആക്സിസിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് എന്ത് വരും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂവിൽ ചേഞ്ച് വരും. ഇപ്പോൾ ഒരു ബീമിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ബെൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ലോഡിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ജോമെട്രീനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ഇത് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് ബീം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെക്കൻഡ് കേസിൽ നമ്മൾ ബീമിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഇതുപോലെ അറേഞ്ച് ചെയ്തു. ഇതുപോലെയാണ് നമ്മൾ ബീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ലോഡ് തന്നെ ബീമിൻ്റെ മിഡിലിൽ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ സെക്കൻഡ് കേസിലുണ്ടാകുന്ന ബെൻഡിങ് ആയിരിക്കില്ല ഫസ്റ്റ് കേസിലുണ്ടാകുന്ന ബെൻഡിങ്. ഫസ്റ്റ് കേസിലുണ്ടാകുന്ന ബെൻഡിങ് സെക്കൻഡ് കേസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അതായത് ഫസ്റ്റ് കേസിൽ ബെൻഡിങ് റെസിസ്റ്റൻസ് കൂടുതലാണ്, സെക്കൻഡ് കേസിൽ ബെൻഡിങ് റെസിസ്റ്റൻസ് കുറവാണ്. ഇതിന് കാരണം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 2 ബീമിൻ്റെ അറേഞ്ച്മെൻ്റാണ്. ഈ 2 കേസിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്, അപ്ലൈഡ് ലോഡും സെയിം ആണ്. പക്ഷേ ബീമിൻ്റെ ബെൻഡിങ് ഡിഫറെൻ്റ് ആണ്. കാരണം ഫസ്റ്റ് കേസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെക്കൻഡ് കേസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഫസ്റ്റ് കേസിൽ ഇതാണ് സെൻട്രോയിഡൽ റഫറൻസ് ആക്സിസ്, സെക്കൻഡ് കേസിൽ ഇതാണ് സെൻട്രോയിഡൽ റഫറൻസ് ആക്സിസിൽ. ലോഡ് സെയിം ആണെങ്കിൽ തന്നെ certain ഷേപ്സിന് ബെറ്റർ ബെൻഡിങ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള പ്രോപ്പർട്ടി കാരണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിനും റെയിൽവേ ലൈനിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഷേപ്പുള്ള ബീമുകളാണ്. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്, അതായത് അതിന് ബെൻഡിങ് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള പ്രോപ്പർട്ടീസ് ഓൾവേസ് ഒരു പോസിറ്റീവ് ടേം ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് എന്തായിരിക്കും? കുറവായിരിക്കും. ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ഈ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ നമുക്ക് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ടോർഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ട്വിസ്റ്റിംഗ് എന്നുകൂടി പറയാം. അതും ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കേസിൽ റഫറൻസ് ആക്സിസ് പ്ലെയിൻ ഓഫ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് മെഷർ ഓഫ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ബെൻഡിങ് എന്ന് പറയാം, മെഷർ ഓഫ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് എന്ന് പറയാം. ടോർഷൻ്റെ കേസിൽ റഫറൻസ് ആക്സിസ്
പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബീമിൻ്റെ ട്വിസ്റ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൺസിഡർ ചെയ്യുന്നത് ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസിന് എബൌട്ടായിട്ടാണ്, ക്രോസ് സെക്ഷൻ ഏരിയയുടെ പെർപെൻഡിക്കുലർ ആക്സിസിന് എബൌട്ടായിട്ടാണ് ഈ കേസിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ കേസ് നോക്കുക. ഇതാണ് ബീമിൻ്റെ ബെൻഡിങ് കേസിൽ. ഇതിൽ നമ്മൾ റെഫറൻസ് ആക്സിസ് എടുക്കുന്നത് ഈ ഒരു ആക്സിസാണ്. ക്രോസ് സെക്ഷണൽ ഏരിയയുടെ സെയിം പ്ലെയിനിൽ തന്നെയുള്ള ഒരു ആക്സിസാണ് ഇവിടെ നമ്മൾ റെഫറൻസ് ആക്സിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബെൻഡിങ് ഓർ ടോർഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കാൽക്കുലേഷൻ. ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ് ടു ദ റെഫറൻസ് ആക്സിസ്. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ഇൻറ്റു എഗെയിൻ ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ് ടു ദ റെഫറൻസ് ആക്സിസ്. ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ പ്ലെയിൻ ലാമിനയുടെ ഏരിയ എ ആണ്. ഇനി ഞാനിവിടെ ഒരു സ്മോൾ ഏരിയ ഡി എ കൺസിഡർ ചെയ്തു. ഈ ഡി എയുടെ പൊസിഷൻ എക്സ് ആക്സിസിന് വൈ ഡിസ്റ്റൻസിലും വൈ ആക്സിസിന് എക്സ് ഡിസ്റ്റൻസിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്മോൾ ഏരിയ ഡി എ കാരണം വൈ ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ടു ഡി എ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി എ ടു ദ റെഫറൻസ് വൈ ആക്സിസ്, ദാറ്റ് ഈസ് ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി ആ സ്മോൾ ഏരിയ കാരണം എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡി എ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഡി എ ഇൻറ്റു വൈ സ്ക്വയർ. ഇനി ഇതുപോലത്തെ ഒരുപാട് ഏരിയ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ ഹൂൾ ഏരിയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ ആക്സിസിന് എബൌട്ടായിട്ട് ഈ മൊത്തം ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറയാം. ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഈ വൈ വൈ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് വൈ ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയതുകൊണ്ടാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ആണ്. ഇനി അതുപോലെ തന്നെ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അപ്പോൾ ഓർത്ത് വെക്കുക, ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ, ഐ എക്സ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അപ്പോൾ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ് ടു ദ റെഫറൻസ് ആക്സിസ്. ഇനി നമ്മൾ പറയുന്നത് യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ പറഞ്ഞു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് ഏരിയയുടെ യൂണിറ്റിനെയും ലെങ്ത്തിൻ്റെ യൂണിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ഏരിയയുടെ യൂണിറ്റ് ഇൻറ്റു ലെങ്ത്തിൻ്റെ യൂണിറ്റിൻ്റെ സ്ക്വയർ ആയിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റത്തിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്, FPS സിസ്റ്റത്തിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് ഫൂട്ട് റേസ് ടു 4. ഇനി MKS സിസ്റ്റത്തിലാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് മീറ്റർ റേസ് ടു 4. CGS സിസ്റ്റത്തിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ റേസ് ടു 4. SI സിസ്റ്റത്തിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് മീറ്റർ റേസ് ടു 4. ഓർക്കുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റ് മീറ്റർ റേസ് ടു 4ഉം സെൻറ്റിമീറ്റർ റേസ് ടു 4 ഒക്കെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എൻ ഏരിയ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമാജിനറി റേഡിയസ് ഫ്രം ദ റെഫറൻസ് ആക്സിസ് ടു എ പോയിന്റ് അറ്റ് വിച്ച് ദ ഹോൾ ഏരിയ ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് സോ ദാറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് മേ റിമെയിൻ സെയിം. അതായത് ഒരു പ്ലെയിൻ ലാമിനയുടെ മുഴുവൻ ഏരിയയും ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്താൽ ആ പോയിന്റും റെഫറൻസ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പ്ലെയിൻ ലാമിന തന്നിട്ടുണ്ട്. ആ പ്ലെയിൻ ലാമിനയുടെ ഏരിയ എ ആണ്. ഇനി ഈ എ ബി ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. നമുക്കറിയാം ഈ പ്ലെയിൻ ലാമിന ഒരുപാട് സ്മോൾ ഏരിയാസ് ചേർന്നതായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സ്മോൾ ഏരിയാസും ഈ ഒരു റെഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും ആ ഹോൾ ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്മോൾ ഏരിയ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ dA1 ഇൻറ്റു R1 സ്ക്വയർ, സെക്കൻഡ് സ്മോൾ ഏരിയ ഉണ്ടാക്കുന്നത് dA2 ഇൻറ്റു R2 സ്ക്വയർ, തേർഡ് സ്മോൾ ഏരിയ ഉണ്ടാക്കുന്നത് dA3 ഇൻറ്റു R3 സ്ക്വയർ. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്മോൾ ഏരിയാസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് ടോട്ടൽ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ AB ആക്സിസിന് എബൌട്ടായിട്ട് I ആയിരിക്കും. ഇനി ഈ മുഴുവൻ ലാമിനയുടെ ഏരിയ ഈ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കരുതുക. ആ ഒരു പോയിന്റും റെഫറൻസ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് K. അങ്ങനെയാണെങ്കിൽ ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ റെഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് AK സ്ക്വയർ. ഈ AK സ്ക്വയർ സെയിം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I തന്നെയാണെങ്കിൽ നമുക്ക് ആ K എന്നുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. അതായത് ആ ഹോൾ ബോഡി ആ റെഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ആ കോൺസെൻട്രേറ്റഡ് ഏരിയ ആ റെഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും സെയിം തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിനെ, കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് റെഫറൻസ് ആക്സിസിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ K ഈസ് ഈക്വൽ ടു √I/A എന്ന് എഴുതാം. ഓർത്ത് വെക്കുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല K ഈസ് ഈക്വൽ ടു √I/A. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ എ ക്വാണ്ടിറ്റി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഒബ്ജക്ട്സ് എബിലിറ്റി ടു റെസിസ്റ്റ് ടോർഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ ടോർഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള മെഷറിനെയാണ് നമ്മൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ മെഷർ ചെയ്യുന്നത് പ്ലെയിൻ ഓഫ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബൌട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ. പ്ലെയിൻ ഓഫ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ മെഷർ ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഈ ഒരു ബീമിൽ നമ്മളൊരു ട്വിസ്റ്റിംഗ് മൊമെൻ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ട്വിസ്റ്റിങ്ങിനെ അല്ലെങ്കിൽ ടോർഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റിൻ്റെ എബിലിറ്റീനെ അല്ലെങ്കിൽ മെഷർ ഓഫ് ടോർഷണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മെഷർ ചെയ്യുന്നത് ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബൌട്ടായിട്ടാണ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ ടോർഷണൽ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ഹയർ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ ഹയർ ടോർഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കാൽക്കുലേഷൻ. ഒരു പ്ലെയിൻ ഫിഗർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ ഏരിയ A ആണ്. ആ ഏരിയയുടെ പ്ലെയിനിലുള്ള രണ്ട് ആക്സിസാണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഇനി ഞാനിവിടെ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു DA. ആ സ്മോൾ ഏരിയ എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് വൈ ആണ്, വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഈ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് ഈ O എന്നുള്ള പോയിൻ്റ്. ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഓയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് Z ആക്സിസ്. അതായത് ഈ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് O എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് Z ആക്സിസ്. ഈ Z ആക്സിസിന് ഈ DA എന്നുള്ള സ്മോൾ ഏരിയയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ DA എന്നുള്ള ഏരിയ കാരണം Z ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ DA ഇൻറ്റു R സ്ക്വയർ അല്ലെങ്കിൽ R സ്ക്വയർ DA. അങ്ങനെ അതുപോലെയുള്ള മുഴുവൻ ഏരിയാസും കാരണം Z ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZZ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ R സ്ക്വയർ DA. ഇൻ്റഗ്രൽ R സ്ക്വയർ DA. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ J എന്നുള്ള ലെറ്റർ വെച്ചിട്ടോ IZZ എന്ന് വെച്ചിട്ടോ ഡിനോട്ട് ചെയ്യാം. ഇനി പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ R സ്ക്വയറിനെ S സ്ക്വയർ പ്ലസ് Y സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും IZZ ഈക്വൽ ടു ഇൻ്റഗ്രൽ Y സ്ക്വയർ DA പ്ലസ് ഇൻ്റഗ്രൽ X സ്ക്വയർ DA. നമുക്കറിയാം ഇൻ്റഗ്രൽ Y സ്ക്വയർ DA എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്, ദാറ്റ് ഈസ് IXX. ഇൻ്റഗ്രൽ X സ്ക്വയർ DA എന്ന് വെച്ച് കഴിഞ്ഞാൽ Y ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്, ദാറ്റ് ഈസ് IYY. അതായത് ഫൈനലി നമുക്ക് IZZ ഈക്വൽ ടു IXX പ്ലസ് IYY എന്ന് എഴുതാൻ പറ്റും. അതായത് Z ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ്
വൈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അല്ലെങ്കിൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഏരിയയുടെ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ സമ്മാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, നെക്സ്റ്റ് പാരലൽ ആക്സിസ് തിയറം. അതിൽ ഫസ്റ്റ് വൺ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എൻ ഏരിയ അബൌട്ട് ആൻ ആക്സിസ് perpendicular to the plane of area at any point is equal to the sum of moment of inertia about two mutually perpendicular axes through the same point and lying in the same plane of area. അതായത് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പ്ലെയിൻ ഏരിയ തന്നിട്ടുണ്ട്. ആ ഏരിയ എക്സ് വൈ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. ആ രണ്ട് ആക്സിസും ഒ എന്നുള്ള ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒ എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സെഡ് ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ സെഡ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ എക്സ് എക്സ് പ്ലസ് വൈ ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ വൈ വൈ. പ്ലെയിൻ ഏരിയ കൊണ്ട് സെഡ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് വൈ ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. നെക്സ്റ്റ് പാരലൽ ആക്സിസ് തിയറം അല്ലെങ്കിൽ ട്രാൻസ്ഫർ തിയറം. പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദ മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് എൻ ഒബ്ജക്റ്റ് എബൌട്ട് എനി ആക്സിസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ് ഈസ് ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് its centroidal axis and the product of area with the square of the distance from reference axis. അതായത് ഒരു പ്ലെയിൻ ലാമിനയുടെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു റെഫറൻസ് ആക്സിസ്, ആ റെഫറൻസ് ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഏരിയ ഓഫ് പ്ലെയിൻ ലാമിന ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. ഈ എ ബി ആണ് നമ്മുടെ റഫറൻസ് ആക്സിസ്. അത് സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ബിക്ക് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഐ എ ബി. സെൻട്രോയിഡിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഐ ജി. ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. പാരലൽ ആക്സിസ് തിയറം പ്രകാരം ഈ റഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ എ ബി ഈസ് ഈക്വൽ ടു സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ജി പ്ലസ് ഏരിയ ഓഫ് ലാമിന ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. അതായത് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു റെഫറൻസ് ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. ഫസ്റ്റ് വൺ റെക്റ്റാങ്കുലർ സെക്ഷൻ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ വിഡ്ത്ത് ബിയും ഹൈറ്റ് എച്ചും ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ് തന്നിരിക്കുന്നത്. ആ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ എക്സ് എക്സ് ഈക്വൽ ടു ബി എച്ച് ക്യൂ ബൈ 12. ഇനി അതിൻ്റെ സെൻട്രോയിഡൽ വൈ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ വൈ വൈ ഈസ് ഈക്വൽ ടു എച്ച് ബി ക്യൂ ബൈ 12. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ബി എച്ച് ക്യൂ ബൈ 12, സെൻട്രോയിഡൽ വൈ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എച്ച് ബി ക്യൂ ബൈ 12. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സൈഡിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ബി എച്ച് ക്യൂ ബൈ 3, വൈ ആക്സിസിന് പാരലായിട്ടുള്ള സൈഡിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എച്ച് ബി ക്യൂ ബൈ 3. ഈ 4 ഫോമുലയും ഈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ സ്ക്വയർ സെക്ഷൻ. സൈഡ് എ ആയിട്ടുള്ള ഒരു സ്ക്വയർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഐ ജി എക്സ് ഈക്വൽ ടു ഐ ജി വൈ ഈസ് ഈക്വൽ ടു എ റേസ് ടു 4/12. സൈഡ് എ ആയിട്ടുള്ള ഒരു സ്ക്വയർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എ റേസ് ടു 4/12. ഇനി ആ സ്ക്വയർ സെക്ഷൻ്റെ ബേസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എ റേസ് ടു
3 ആയിരിക്കും. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ a⁴/12, ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ a⁴3. അടുത്തത് സർക്കുലാർ സെക്ഷൻ. 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിനും സെൻട്രോയിഡൽ വൈ ആക്സിസിനും അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം തന്നെയായിരിക്കും. സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Ix = Iy = πr⁴/4. ഇനി ഡയമീറ്ററിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ കൂടുതലും കാണുന്ന ഡയമീറ്ററിൻ്റെ ടേംസിലാണ്. Ix = Iyy = πd⁴/64. πd⁴/64 ഓർത്ത് വെക്കുക. ഇനി ഈ സർക്കുലാർ സെക്ഷൻ്റെ സെഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Izz = πd⁴/32. സർക്കുലാർ സെക്ഷൻ്റെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക. Izz = πd⁴/32. നെക്സ്റ്റ് വൺ ഹോളോ സെക്ഷൻ. ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡിയും ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡിയും ആയിട്ടുള്ള ഒരു ഹോളോ സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Ixx = Iyy = π/64 × capital D⁴ small d⁴. Ixx = Iyy = π/64 × capital D⁴ small d⁴. നെക്സ്റ്റ് വൺ സെമി സർക്കുലാർ സെക്ഷൻ. 6 റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.11r⁴. ഇവിടെ ബേസ് എക്സ് ആക്സിസിന് പാരലായതുകൊണ്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Igx = 0.11r⁴. ഇനി സെമി സർക്കുലാർ സെക്ഷൻ്റെ ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ πd⁴/128. πd⁴/128. ഇനി റേഡിയസിൻ്റെ ടേംസിലാണ് പറയുന്നതെങ്കിൽ 0.393r⁴. ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കുക. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.11r⁴. ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.393r⁴. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാർട്ടർ സർക്കുലാർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. 6 റേഡിയസ് ഉള്ള ഒരു ക്വാർട്ടർ സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡൽ എക്സ് ആക്സിസിനും സെൻട്രോയിഡൽ വൈ ആക്സിസിനും അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് Igx = Igy = 0.055r⁴. അതായത് സെമി സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ പകുതിയാണ് ക്വാർട്ടർ സർക്കുലാർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.055r⁴. ഇനി ക്വാർട്ടർ സർക്കുലാർ സെക്ഷൻ്റെ ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ πd⁴/256 ആണ്. അല്ലെങ്കിൽ റേഡിയസിൻ്റെ ടേംസ് പറഞ്ഞാൽ 0.196r⁴. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.055r⁴. ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 0.196r⁴. നെക്സ്റ്റ് വൺ ട്രയാങ്കുലർ സെക്ഷൻ. ട്രയാങ്കുലർ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബി ബേസും എച്ച് ഹൈറ്റും ഉള്ള ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ബേസിന് പാരലായിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Igx = bhq/36. ബേസിന് പാരലായിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ = bhq/36. ഇനി ബേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ = bhq/12 ആയിരിക്കും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ബി ബേസും എച്ച് ഹൈറ്റും ഉള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ bhq/36 ആണ്. ഇനി സെൻട്രോയിഡൽ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ hbq/36 ആണ്. സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ട് bhq/36, സെൻട്രോയിഡൽ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ട് hbq/36. ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ബേസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ bhq/12 ആണ്.
സെൻട്രോയിഡൽ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ hbq/12 ആണ്. ഇപ്പോൾ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ കേസിൽ ഇത്രയും വാല്യൂസ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ എലിപ്റ്റിക്കൽ സെക്ഷൻ. സെമി മേജർ ആക്സിസ് എയും സെമി മൈനർ ആക്സിസ് ബിയും ആയിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Ixx = π/4 ab³. സെൻട്രോയിഡൽ വൈ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Iyy = π/4 ba³. എലിപ്സിൻ്റെ കേസിൽ ഈ രണ്ട് വാല്യൂസ് ഓർത്ത് വെക്കുക. Ixx = π/4 ab³, Iyy = π/4 ba³. നെക്സ്റ്റ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റിയിട്ടാണ്. ഇനി എന്താണ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ അല്ലെങ്കിൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ആംഗുലാർ ആക്സിലറേഷനെയാണ് നമ്മൾ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്നുകൂടി പറയാറുണ്ട്. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ നമ്മൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്നുകൂടി പറയാറുണ്ട്. നമ്മൾ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് ഒരു റഫറൻസ് ആക്സിസിന് എബോട്ട് ആയിട്ടാണ്. ഈ റഫറൻസ് ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇഫ് ബോഡീസ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ലാർജർ, ഇറ്റ്സ് ആംഗുലാർ ആക്സിലറേഷൻ വിൽ ബി ലോവർ. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലാർജർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ എന്തായിരിക്കും? എപ്പോഴും കുറവായിരിക്കും. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ കുറവായിരിക്കും. ഇനി മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഒരു dm എന്നുള്ള ഒരു സ്മോൾ മാസ് ഈ റഫറൻസ് ആക്സിസിന് r ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ dm എന്നുള്ള മാസ് കൊണ്ട് ഈ റഫറൻസ് ആക്സിസിന് എബോട്ടായിട്ടുണ്ടാകുന്ന മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു r² × dm. അപ്പോൾ ഈ കംപ്ലീറ്റ് മാസിൻ്റെ റഫറൻസ് ആക്സിസിന് എബോട്ടായിട്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ r² dm എന്ന് എഴുതാം. ഇൻ്റഗ്രൽ r² dm, അതായത് മാസ് ഇൻറ്റു റഫറൻസ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്ക്വയർ. അതുകൊണ്ട് തന്നെ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റിനെയും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ SI യൂണിറ്റ് kg/m². ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന കൺസെപ്റ്റും എക്സാമിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിക്കാൻ ചാൻസുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.